അപ്പോൾ എക്കാലവും ജീവിച്ചിരിക്കാൻ, മനുഷ്യന്റെ മനസ്സിൽ ജീവിച്ചിരിക്കാനും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇങ്ങനെ ഓരോരോ അവസരങ്ങൾ വരുമ്പോൾ അതെന്തുമാത്രമാണെന്ന് കേൾക്കുന്നവർക്കേ അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ഞാൻ അതിൽ ജീവിച്ച വ്യക്തിയാണ്. ആ കഷ്ടപ്പാടുകളും ആ വേദനകളും ആ വിഷമങ്ങളും എത്ര കണ്ടായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അത്ര കണ്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇവിടെ എത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു. പക്ഷെ അത് ഇച്ചിരി വേദന കൂടുതലായിരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ വരുന്ന ആള് ഒരു വിഷമം പറയുമ്പോൾ അതിൻ്റെ റൂട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അലോപ്പതി ആയിക്കോട്ടെ, ആയുർവേദം ആയിക്കോട്ടെ, മറ്റേതൊരു വിഭാഗവും ആയിക്കോട്ടെ, പറയുന്ന സിംറ്റത്തിനെ ചികിത്സിക്കുന്ന രീതിയാണ്. അതിൻ്റെ കാരണങ്ങൾ, റൂട്ട് കോസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനോ അതിനെ ഇല്ലാതാക്കാനോ പറ്റണില്ല എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു രോഗി ഹോസ്പിറ്റലിൽ പോയാൽ മരുന്ന് നിർത്താത്തത്. നോർമലായ ഒരു റീഡിംഗ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല, നോർമലാണ്, എന്നാലും ഇത് എടുത്തോ കേട്ടോ, നിർത്തണ്ട, ഒരു പ്രൊട്ടക്ഷൻ എന്ന വണ്ണം. ഡോക്ടറല്ലേ പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഡോക്ടറെ വിശ്വാസമാണ്. നമ്മളത് എടുക്കും. എത്ര നാൾ കഴിക്കണം എന്നുള്ളതിനൊരു ലാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. ഒരു ഡോക്ടറെ കാണാൻ കയറി ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളും 1 by 1 ആയിട്ട് കേടാക്കി അവസാനം എല്ലാവരും കൂടി കെയർ ചെയ്യേണ്ട ഒരവസ്ഥയിലെത്തി. മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു ഡയഗ്നോസിസ്, അവസാന ഡിഗ്രിയാണത്. അതിനു മുമ്പ് ഒരുപാട് ഡിഗ്രികളൊക്കെ കയറും, രോഗലക്ഷണങ്ങളും രോഗങ്ങളും ഒക്കെ തന്നെ. പക്ഷെ ബേസിക് റീസണെ ചികിത്സിക്കാത്തത് കൊണ്ട്, ബേസിക് റീസൺ ഒന്നേ ഉള്ളൂ, ശരീരത്തിൻ്റെ അസിഡിറ്റി. 99.99% എല്ലാ അസുഖത്തിൻ്റെയും ബേസിക് അടിത്തറ എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. അത് പക്ഷെ അറിയുന്നില്ല. പല്ല് കേടാവുന്നു, പല്ലിനെ മാത്രം ചികിത്സിക്കുന്നു, വയറിനെ ചികിത്സിക്കുന്നില്ല. തലവേദന എടുക്കുന്നു, തലയെ ചികിത്സിക്കുന്നു, വയറിനെ ചികിത്സിക്കുന്നില്ല. മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുന്നു, ENT സ്പെഷ്യലിസ്റ്റ് മൂക്കിന്റെ പാലം ഓപ്പറേഷൻ ചെയ്ത് നേരെയാക്കും, വയറിനെ നോക്കത്തില്ല. വയറുവേദന എടുത്താൽ വയറിനെ നോക്കും, തലയെ നോക്കത്തില്ല. ഇതാണ് സ്പെഷ്യാലിറ്റി. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പേപ്പറിൽ എഴുതുന്നതല്ലാതെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നടക്കാത്തത് കൊണ്ടാണ്. പഴയകാല ഡോക്ടേഴ്സൊക്കെ ചെയ്തിരുന്നു, ഇപ്പം അതില്ല. എല്ലൊടിഞ്ഞു കിടക്കുന്ന ആളിന് പനി വന്നാൽ ജനറൽ മെഡിസിൻകാരൻ വരണം പനി ചികിത്സിക്കാൻ. എല്ല് മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ. അങ്ങനെയാണ് ശരിക്കും സ്പെഷ്യാലിറ്റീസിലോട്ട് വന്നു കഴിയുമ്പോൾ. അതങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ടോ തിരിച്ചാരും ആ ചോദ്യം ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് മാറാത്തത്? എന്തുകൊണ്ട്? എത്ര കാലം മെഡിസിൻ കഴിക്കണമെന്ന് ആരും ചോദിക്കില്ല. ഗാമ-റേസനോൾ രാവിലെ 1 വൈകിട്ട് 1, അല്ലെങ്കിൽ 24 മണിക്കൂർ നേരത്തേക്ക് 2 ക്യാപ്സൂൾ. അടുത്ത ചോദ്യം വരുന്നത് എത്ര നാൾ കഴിക്കണം? നിങ്ങൾ ഇത്രയും കാലം എത്ര നാളായി നിങ്ങൾ ഡോക്ടറെ അടുക്കെന്ന് മരുന്ന് കഴിക്കുന്നു? അത് കുറേ വർഷമായി. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതൊന്നും ചോദിച്ചിട്ടില്ല. ഡോക്ടർ എപ്പോഴും മതിയെന്ന് പറയുമോ? അതൊരിക്കലും പറയാൻ പോകുന്നില്ല. പക്ഷെ നമ്മളോട് ആ ചോദ്യം ചോദിക്കും. അയ്യോ, എന്തൊരു വിലയാ, നിങ്ങളുടേതിനൊക്കെ ഭയങ്കര വിലയാ. ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവർ ഫേസ് ചെയ്യണ, നിസാരമായിട്ട് ഡെയിലി കേൾക്കുന്ന പ്രശ്നമാണ്. എത്ര നാൾ കഴിക്കണം? 680 രൂപയ്ക്ക് RCMലൂടെ കിട്ടുന്ന സാധനം ഫാർമസി വഴി വരുമ്പോൾ 4200 രൂപയാണ്. AC റൂമിലിരുന്ന ഡോക്ടർ എഴുതി കൊടുത്തതാണെങ്കിൽ 4700 അല്ല 42,000 ആണെങ്കിലും അത് വാങ്ങിച്ചിരിക്കും. ഇന്ന് എൻ്റെ അടുക്കൽ വന്ന ഒരു വ്യക്തി പറഞ്ഞതാണ്, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, അത് പക്ഷേ പുറത്തുനിന്ന് വരുത്തിയാൽ അത് 50,000 ആകും, അത് വേറൊരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് 35,000 ഉള്ളൂ. ആക്ച്വലി ആ മെഡിസിൻ്റെ കോസ്റ്റ് അത്രയൊന്നും ഇല്ല. ചെന്ന വ്യക്തിയെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു സമയത്ത് മുങ്ങിത്താഴാൻ പോകുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന കച്ചിത്തുരുമ്പാണിത്. ഇതൊരൊറ്റ മൂലിയാണ്, ശരീരത്തിലെ മുഴുവൻ സിസ്റ്റത്തിന് ഒരുപോലെ ഉപകാരപ്രദമാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന പേരിൽ അത് രജിസ്റ്റർ ചെയ്തിട്ട് RCM ത്രൂ നമുക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രം അത് വില കുറച്ച് കാണണ്ട.
ഇതിന്റെ വില നമുക്ക് ഈ 680 1000 പറയുന്നതൊന്നും ഒരു വിലയല്ല. ഇതിലൂടെ നമ്മൾ രക്ഷപ്പെട്ടു വരുന്ന ജീവന്റെ മൂല്യം എന്തുണ്ട്, അതാണ് ഇതിന്റെ വില. വളരെ ചെറുതായിട്ട് കാണേണ്ട സാധനമല്ല, ഇതിന്റെ വലിപ്പം വളരെ ചെറുതാണ്. നമുക്ക് 2, 4, 6, 8 കഴിച്ചാലും ഒരു ടോക്സിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവാറില്ല. എന്ന് വെച്ച് ഒരുപാട് വാരി കഴിക്കുകയും വേണ്ട. പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ കഴിക്കുമ്പോൾ 300 മില്ലിഗ്രാമിന്റെ ആവശ്യമേ ഉള്ളൂ. എക്സ്ട്രാ കഴിച്ചാൽ എക്സ്ട്രാ ഗുണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. 2, 4 വരെ കഴിക്കാറുണ്ട്. ഒരു ഷുഗർ, ഒരു പ്രഷർ, ഒരു കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ എക്സ്ട്രാ ഡോസ് കഴിക്കുന്നത് ഓക്കെയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് സ്ലൈഡിലൂടെ ഡിസ്കസ് ചെയ്യാം. അതെ സാറേ, 10 മടങ്ങ് കൊടുക്കൂല എന്ന് മാത്രം. അത് പുറത്താണെ കൊടുക്കും, RCM കൊടുക്കൂല, അത് വേറെ കാര്യം. നമുക്കൊന്ന് ഷെയർ ചെയ്ത് നോക്കാം. അപ്പം എല്ലാവരും ഈവനിങ്ങിൽ, ഇത്രയും പേര് ഈവനിങ്ങിൽ ഈ ഒരു സമയത്ത് ക്ലാസ് കേൾക്കാൻ വന്നിട്ടുണ്ട്. കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരിക. റിസൾട്ട് ഓറിയന്റഡ് ആയിരിക്കണം. ബിസിനസ്സിന് വളരണമെങ്കിൽ പർച്ചേസ് വോളിയം വേണം. അസുഖം മാറണമെങ്കിൽ ഇത് ഉള്ളിൽ ചെല്ലണം. ആകെക്കൂടെ ഒരെണ്ണം വാങ്ങിച്ചാൽ ഇത് നടക്കൂല. എത്ര എണ്ണം വാങ്ങിക്കണം എന്ന തീരുമാനം നിങ്ങൾ എടുക്കുക. നമുക്ക് ഷെയർ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്ക് സ്ലൈഡിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഗാമ-റൈസനോൾ നമുക്ക് തരുന്നത്. നമ്മുടെ ശരീരത്തെ മുഴുവൻ വരച്ച് കാണിച്ചിരിക്കുകയാണ്. ഗാമ-റൈസനോൾ വലത്തുവശത്തു നിന്ന്, ഞാനിരിക്കുമ്പോൾ എനിക്ക് വലത്തുവശത്ത്, നമ്മൾ സ്ക്രീൻ കാണുമ്പോൾ വലതുവശത്ത് ആദ്യത്തെ ഭാഗം നോക്കുക. ആദ്യം പോകുന്നത് വയറ്റിലേക്കാണല്ലേ. വയറ് ശരിയായി കഴിഞ്ഞാൽ സർവ്വതും ശരിയായി. വയറിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും വിശപ്പില്ലായ്മ, ദഹനക്കേട്, നെഞ്ചരിച്ചില്, കുളിച്ചു തകട്ടല്, ദഹനക്കേടിന്റെ ഭാഗമായിട്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ, അബ്സോർഷൻ ഇല്ലായ്മ, ഫാറ്റി ലിവർ ഉണ്ടാവല്, കോൺസ്റ്റിപ്പേഷന്റെ ലേറ്റ് എഫക്റ്റ് ആയിട്ട് പൈൽസ്, അതിന്റെ ലേറ്റ് എഫക്റ്റ് ആയിട്ട് ഫിസ്റ്റുള. വായ മുതൽ മലദ്വാരം വരെ നീണ്ടുകിടക്കുന്ന ഈ ഒരു ഓർഗൻ, ആ ഒരു ട്യൂബുലർ ഓർഗൻ, ഒരു ട്യൂബാണ് ശരിക്കും. ഞാൻ പറയാറുണ്ട്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കണ്ട, വായിൽ ചോർപ്പ വെച്ചിട്ട് ഒഴിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ ഒരു പൈപ്പിന്റെ ഒരറ്റത്ത് ഒരു ചോർപ്പ വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് നമ്മൾ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോഴെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ വയറിന്റെ അസ്വസ്ഥതയാണ് ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. ശരീരത്തിൽ എവിടെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് വയറാണ്. വയറിന്റെ പ്രത്യേകിച്ച് അസിഡിറ്റി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ജീവിത ശൈലികൾ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ചിന്താഗതികൾ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ്. ഈ അസിഡിറ്റി തന്നെയാണ് ബാക്കി പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയോ അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുകയോ ശരീരത്തിന്റെ നോർമൽ ഫംഗ്ഷനിൽ നിന്ന് വ്യതിയാനം സംഭവിക്കാൻ കാരണം ഈ അസിഡിറ്റിയാണ്. അസിഡിക് ആയിരിക്കുന്ന ശരീരത്തിൽ എന്തസുഖവും വന്നു ചേരും. ഇന്നതെന്നില്ല. വൈറൽ ആവട്ടെ, ബാക്ടീരിയൽ ആവട്ടെ, ഇനി ഡീജനറേഷൻ ആവട്ടെ, ശരീരത്തിലെ അവയവങ്ങൾ തന്നെ അത് എന്താ പറയുക, ദ്രവിച്ച് ഇല്ലാണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, സെല്ലുകൾ നഷ്ടപ്പെടുന്ന, നശിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ അസിഡിറ്റി ഒരു കാര്യം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം ബെനിഫിറ്റ്. ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ അസിഡിറ്റിയെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. അസിഡിറ്റിയെ ട്രീറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. സാധാരണ വെള്ളം, ആൽക്കലൈൻ വാട്ടർ തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. ശരീരത്തിൽ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ തീരുമാനിച്ചാൽ അസിഡിറ്റിക്ക് ഒരു തീരുമാനമാകും. സമയത്തിന് ഉറങ്ങുക എന്നുള്ള ഒരു കാര്യം, സമയത്തിന് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, മിതമായ ഭക്ഷണം, സുഖമായ ഉറക്കം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം ചെയ്തോളും. നമ്മുടെ ശരീരത്തിന് ഓട്ടോ മെക്കാനിസം എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത്, ഒരാത്മാവ് എടുത്തു വന്ന ഈ ഒരു ശരീരം എത്ര കാലം ജീവിക്കണമെന്ന്, ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 120 വയസ്സ് വരെ അല്ലെങ്കിൽ അതിനു മുകളിലോ ആണ്. ഇന്ന് നമുക്കുണ്ട് 120 വർഷം, 126 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന നോർമൽ ലൈഫ് ഇന്ന് പല ചെറുപ്പക്കാരും നടക്കുന്നതിനേക്കാൾ ഹെൽത്തി ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉണ്ട്.
അവർ ചെറുപ്പം മുതൽ ശീലിച്ച ജീവിത ശൈലി കൊണ്ടാണ് അവരങ്ങനെ ആയിത്തീരുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനെ ആവണ്ടേ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ആവണം. നമ്മളുടെ ഏജിങ് എന്ന് പറയുന്നത്, ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. നേരത്തെ പണ്ട് കാലങ്ങളിലല്ലേ, ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഹെൽത്തി ഏജിങ് എന്ന് ഞാൻ കേൾക്കുന്നത് തന്നെ ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലാണ്, ഏതോ ഒരു ക്ലാസ്സിലാണ് ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെ കേൾക്കുന്നത്. WHO ഫോർമർ ലീഡർ ആയിരുന്ന ഒരു ഡോക്ടർ ഉണ്ട്, അവർ എംഫസൈസ് ചെയ്യുന്നൊരു പോയിന്റാണിത്. ഹെൽത്തി ഏജിങ് എന്ന് പറയുന്ന കൺസെപ്റ്റും അതുപോലെ പ്രയോറിറ്റൈസിങ് NCD എന്ന് പറയുന്ന, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യം, അതിന് പ്രയോറിറ്റി കൊടുക്കുക. അതിൻ്റെ ഒറ്റ ഒരു കാര്യമാണ് അസിഡിറ്റി ഇല്ലാത്ത ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. റീജിയണൽ വൈസ് പോയാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്ന ആൾക്കാർ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് സൗത്ത് ഇന്ത്യയിലാണ്. സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാടാണ് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വയറ്റിൽ നിന്ന് ഹാർട്ടിലേക്ക് വന്നു കേട്ടോ, അതൊരു ജമ്പിങ് ആയിരുന്നു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത സ്ലൈഡിലുണ്ട് 26% എന്ന് പറഞ്ഞിട്ട്. ആ സ്ലൈഡ് വെച്ച് എഴുതിയ നോട്ട് അറിയാതെ ഞാൻ ഇപ്പം ഇവിടെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ച് അല്ല. വയറിനകത്ത് തുടങ്ങിയ ചേഞ്ചിനെ കറക്റ്റ് ചെയ്യാതെ നമ്മുടെ വാസ്കുലർ സിസ്റ്റത്തിൽ വന്ന ചംക്രമണത്തിലെ മാറ്റങ്ങളിൽ വന്ന, രക്തക്കുഴലുകളിലെ മാറ്റങ്ങളിൽ വന്നത്, അങ്ങനെ കുറേ മാറ്റങ്ങൾക്ക് അവസാനമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇന്ന് ചെറുപ്പക്കാരാണ് അധികം മരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുന്നത് 25 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഇപ്പം വലിയ വ്യത്യാസമില്ലാത്ത രീതിയിൽ, പെർസെൻറ്റേജ് എടുത്തു പറയാനായിട്ട് ഹാർട്ട് അറ്റാക്ക് ആണുങ്ങളിൽ കൂടുതൽ പെണ്ണുങ്ങളിൽ കുറവ് എന്ന് പറയാൻ പറ്റില്ല. അതേ ലെവലിലാണിപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. തോളോട് തോൾ ചേർന്ന ഒപ്പത്തിനൊപ്പം ടെൻഷൻ ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെ ടെൻഷൻ പിടിക്കുന്ന കാര്യത്തിൽ ആരും മോശമൊന്നുമല്ല. അപ്പം അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്കിൽ അവസാനം എത്തിച്ചേരുന്നത്. ആ ടെൻഷൻ എന്ന് പറയുന്ന ആ ഒരു വികാരം, ആ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്നത് ഒരു അസിഡിറ്റി ഉള്ള ഒരു ശരീരമാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ആ അസിഡിറ്റിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കിന് വയറിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ, വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും, അങ്ങേയറ്റം വയറിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോളൻ എന്ന് പറയുന്നത് വൻകുടലാണ്, റെക്ടം എന്ന് പറയുന്നത് മലാശയമാണ്. ഇപ്പോൾ വൻകുടലിലും മലാശയത്തിലുമായിട്ട് വരുന്ന ക്യാൻസറുകളെ തടയാനും, ക്യാൻസറുകൾ ഉണ്ടെങ്കിൽ അതിനെ 100% അതിനെ ക്യൂർ ചെയ്യാനും കപ്പാസിറ്റി ഉള്ളതാണ് ഗാമ-ഒറൈസനോൾ. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ക്യാൻസർ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല, അവിടുന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കുമായി, ക്യാൻസറായി. അടുത്തത് ബ്രെയിനിൻ്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട്, നെർവസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ എടുത്തു പറയത്തക്ക കാര്യം, നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ട, നമ്മൾ നിസാരമെന്ന് കരുതുന്ന ടെൻഷൻ, സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ നമുക്ക് ഗാമ-ഒറൈസനോൾ വളരെ ഹെൽപ്ഫുള്ളാണ്. ആ സ്ട്രെസ് റിലീവ് ചെയ്യുന്നത് കൊണ്ട് മറ്റു പലതിൽ നിന്നും പ്രിവെൻഷനാണ്. ലൈക്ക് BP ഉണ്ടാവാതിരിക്കാൻ, ഹൈ BP ഉണ്ടാവാതിരിക്കാൻ സ്ട്രെസ് റിലീസ് ചെയ്താൽ പറ്റും. ബ്ലഡ് ഷുഗർ ലെവൽ നോർമലായിട്ട് മാനേജ് ചെയ്തു പോകാൻ സ്ട്രെസ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് പറ്റും. ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, അൽസൈമേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും ഓർമ്മയില്ലാത്ത ആ ഒരു അവസ്ഥ, പടുകുഴിയിലേക്ക്, ലോകവുമായിട്ട് ബന്ധമില്ലാതെ പോകുന്ന ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് തുടക്കം മുതലേ നമ്മുടെ ശീലമായിട്ട്, പ്രിവെൻറ്റീവായിട്ട്, രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗത്തിന് മുമ്പേ നമ്മളിത് എടുത്തു തുടങ്ങിയാൽ ആ ഒരവസ്ഥയിലേക്ക് പോകാതെ, നമ്മുടെ ഉള്ളിലും ഈ മാറ്റങ്ങളുണ്ട്. ചെറിയ ചെറിയ ടെൻഷനുകളുണ്ട്, നമുക്ക് BP ഉണ്ട്, നമുക്ക് ഷുഗർ ഉണ്ട്, വല്ലപ്പോഴും അൾസർ മീൻസ് എരിച്ചിലുണ്ടാവാറുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് ആകെ മൊത്തം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതൊക്കെ മുന്നോട്ടുള്ള കുതിപ്പിൽ അവസാനം എത്തിച്ചേരുന്നത് വളരെ അൺഹെൽത്തി ആയിട്ട്, ശരിക്കും പറഞ്ഞാൽ ആവാത്ത ഒരു ഏജിങ് പ്രോസസ്സിലേക്കാണ്. നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ ഈസിയാക്കാനും, ഏജിങ് പ്രോസസ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാനും
പ്രിവെന്റീവ് ആസ്പെക്ട്, പ്രിവെന്റീവ് ഒരു എന്താ പറയുക, രോഗപ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് ഗാമ റൈസിനോൾ ജീവിതത്തിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേറൊന്നും വേണ്ട, വേറെ എവിടെയും പോവുകയും വേണ്ട. അടുത്ത പടം നോക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ലേഡിയുടെ പടമാണ്. എന്താണ് അവിടെ? ശരിക്കും പറഞ്ഞാൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി നമ്മുടെ ഈ ഗാമ റൈസിനോഡിനുള്ളതാണ്. ആ ഒരു ഏജിങ് പ്രോസസ്സിനെ ഡിലേ ചെയ്യാൻ വേണ്ടി, സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കും. രക്തക്കുഴലിലെ ബ്ലോക്കുകളെ ഇല്ലാതാക്കാൻ, അലിയിക്കാൻ സാധിക്കും. അതുവഴി എന്താണ് സംഭവിക്കുന്നത്? ബ്ലോക്കുകൾ ഇല്ലാതായാൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന, ഹൈ BP എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവില്ല. ഹൈ BP ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, സ്ട്രോക്കിനെ തടയാൻ പറ്റും, ഹാർട്ട് അറ്റാക്കിനെ തടയാൻ പറ്റും. ആതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന വലിയൊരു അസുഖം, അത് സ്ട്രോക്കിൻ്റെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും ഒക്കെ മുന്നോടിയായിട്ട് ഉണ്ടാവുന്നതാണ്. അതിനെ നമുക്ക് മുളയിലെ നുള്ളിക്കളയാനായിട്ട് പ്രിവെന്റീവായിട്ട് കഴിക്കുന്ന 300 മില്ലിഗ്രാം ഗാമ ഒറൈസനോൾ സഫീഷ്യൻ്റ് ആണ്. അത് ഡെയിലി കഴിക്കണം, റെഗുലറായിട്ട് കഴിക്കണം. കഴിക്കുമ്പോൾ അത് ആഹാരത്തോടൊപ്പം കഴിച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് മാക്സിമം അബ്സോർഷൻ അതിന് കൊണ്ടുവരാൻ പറ്റും. അടുത്തത് കാണിച്ചിരിക്കുന്നത് ഒബേസിറ്റിയെ തടയാൻ ഇത് നല്ലതാണെന്നാണ്. ഫാറ്റിനെ അലിയിച്ച് കളയാൻ, വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നവർക്ക് ആ നോർമൽ തന്നെ മതി, അധികമൊന്നും വേണ്ട. പ്രോട്ടീൻ കഴിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ ഗാമ ഒറൈസനോളും കൂടെ കഴിച്ചാൽ, പ്രോട്ടീൻ പ്രത്യേകിച്ച് കൊക്കോ പ്രോഡക്റ്റ് നല്ലതാണ്, അതിൻ്റെ കൂടെ ഗാമ ഒറൈസനോളും കൂടെ ചേർത്ത് വെച്ചാൽ, കൊക്കോ പ്രോഡക്റ്റ് നല്ലതാണ്. കൊക്കോ ചേർന്ന മറ്റ് പ്രൊഡക്റ്റുകൾ ഒബേസിറ്റിക്ക് കൊടുക്കാനായിട്ടുള്ളത് നമ്മുടെ ഗ്ലൈസം പ്രോഡക്റ്റും ന്യൂട്രിചാർജ് SNFും, അത് കഴിക്കുന്ന കൂട്ടത്തിൽ ഗാമ ഒറൈസനോളും കൂടി ഉണ്ടെങ്കിൽ ഫാറ്റ് റിഡക്ഷൻ, ഒബേസിറ്റി കുറയ്ക്കാൻ അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഷുഗറിനെ മാനേജ് ചെയ്യാൻ, ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നോർമൽ ആക്കി ഷുഗറിനെ കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ഷുഗർ അസുഖം അല്ലെ പ്രമേഹ രോഗി എന്ന ഒരു മുദ്ര കുത്താതെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ഒരാൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് ജസ്റ്റ് വക്കത്ത് നിൽക്കുന്ന ഒരാൾ, പ്രീ ഡയബറ്റിക്കും ആയിട്ടില്ല എന്നാൽ നോർമലിൻ്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ്, അതായത് ഒരു 6 HbA1c 6ൽ നിൽക്കുന്ന ഒരാൾക്ക് 6ൽ നിന്ന് താഴോട്ട് പോകാൻ ഏറ്റവും എളുപ്പം ഗാമ റൈസനോൾ ശീലമാക്കുന്നതാണ്. അതെങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് തരും. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഡയബറ്റിക്കിൻ്റെ ക്ലാസ്സിൽ. സെല്ലുകളിലൊന്നും പുതിയതായിട്ടൊരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ലാതെ, ഇൻസുലിൻ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാതെ വരുന്നൊരു സംഭവം. ഇൻസുലിൻ ഉണ്ട്, പക്ഷെ അത് ഉപകാരപ്പെടുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് പോകാതെ ഇൻസുലിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുകയും അത് ആവശ്യാനുസരണം ഉപയോഗിക്കാനും ശരീരത്തെ പ്രാപ്തമാക്കാൻ ഗാമ റൈസനോളിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി സഹായിക്കും എന്നുള്ളതാണ്. അപ്പം അതുവഴി അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ബീറ്റാ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ബീറ്റാ സെൽസിൻ്റെ കേപ്പബിലിറ്റി കൂട്ടി അതിൻ്റെ ഡാമേജിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. നെക്സ്റ്റ് ലിവറാണ്. ലിവറിന് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ അവിടേക്ക് എത്താതിരിക്കാൻ മറ്റു കാര്യങ്ങൾ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഫാറ്റി ലിവറിൽ എത്തിച്ചേരില്ല. ഇനി അഥവാ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ആ ഡാമേജ് ആയ സെല്ലിനെ റിപ്പയർ ചെയ്യാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായ നീർവീഴ്ചകൾ കുറയ്ക്കാനും ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രവണത, കാരണം ഫാറ്റ് എവിടെയും ഡെപ്പോസിറ്റ് ചെയ്യാതെ ഒഴുകി നടക്കുമ്പോൾ ലിവർ അതിനെ അട്രാക്ട് ചെയ്ത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡസ്റ്റൈനൽ, അതായത് ചെറുകുടലിൽ നിന്ന് തന്നെ തിരിച്ചത് റീഅബ്സോർഷന് അവസരം കൊടുക്കാതെ അതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, മീൻസ് അതിൻ്റെ ആവശ്യം വരുന്നില്ല, അതിനു മുമ്പ് തന്നെ അതിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചെറുകുടലിൽ നിന്ന് ആഹാരം ദഹിച്ചു പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ പിത്തമുണ്ടല്ലോ, ബൈൽ എന്ന് പറയുന്ന, അതിലേക്ക് അലിയിച്ച് ചേർത്ത് സർക്കുലേഷനിൽ വിട്ട് അതിനെ ലിവറിലേക്ക് എത്താതിരിക്കാൻ സഹായിക്കുന്ന പ്രവൃത്തിയാണ് ശരിക്കും ഗാമ റൈസനോൾ ചെയ്തു തരുന്നത്. പിന്നെ BP, ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണം ഇവിടെ താഴെ ആ ഒരു ബ്ലോക്ക് കാണിച്ചെടുത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ, BP കൂടാതിരിക്കാനായിട്ട് ഈ ഫാറ്റിൻ്റെ മെയിൻ്റനൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് നമുക്ക് സഹായമാകുന്നത്. അതുപോലെ തന്നെ വാസോ ഡയലേഷൻ, നമുക്ക്
രക്തക്കുഴൽ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് ശരിക്കും ബ്ലഡ് പ്രഷർ ഉണ്ടാവുന്നത്. അതിനവിടെ ഒരു കാരണമുണ്ടാവും. ആ കാരണത്തെ ചികിത്സിക്കുന്നത്, ആ കാരണത്തെ ഇല്ലാതാക്കുന്നതിനൊപ്പം ബ്ലഡ് വെസൽ, ആ ഒരു രക്തക്കുഴലുകളുടെ വികാസത്തിന് കാരണമാകുന്നു. ചെറിയ പൈപ്പിലൂടെ ഒഴുകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അതേ പൈപ്പ് കുറച്ച് വിസ്താരമായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് രക്തം ഒഴുകും, അവിടെ പ്രഷർ കുറയും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ തടയാൻ ഇത് നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇന്ത്യയിലെ കണക്കെന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നതാണിത്. 26% ഡെത്ത്, മരണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പറഞ്ഞു. ഈ 26നെ ഇന്നലെ നോക്കുമ്പോൾ, ഇന്നലെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ 31% എന്നാണ് അത് കാണുന്നത്. 31%. അതിനനുസരിച്ച് ബാക്കി %. ഇതൊരു പഴയ കണക്കാണ്. ഇപ്പൊ അവിടുന്നൊക്കെ നമ്മൾ മുകളിലോട്ട് പോന്നു, കുറേ വ്യത്യാസങ്ങൾ വന്നു. ഇപ്പൊ ഇന്ത്യൻ കണക്ക് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു 31%. ഏജ് ഒക്കെ വളരെ കുറവാണ്. 55 വയസ്സിന് താഴെയുള്ള ആൾക്കാരിലെ കാർഡിയോവാസ്കുലർ ഡിസീസസിന്റെ, അതായത് രക്തക്കുഴലും ഹൃദയവും റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അസുഖത്തിന്റെ, ആ ഒരു രോഗാവസ്ഥയുടെ പരിണത ഫലമാണ് ഹാർട്ട് അറ്റാക്കും. അതിന്റെ ആ ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള മരണം ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ മാറ്റാൻ, അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗാമ ഒറൈസനോൾ ആണെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു മെഡിസിനും ഇങ്ങനെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് ന്യൂട്രാസ്യൂട്ടിക്കലാണ്, ഇത് മരുന്നല്ല എന്ന് പറയുന്നെങ്കിലും ഇത് മരുന്ന് തന്നെയാണ്. മരുന്നിന്റെ എഫക്റ്റ് ആണ് നമുക്കിത് തരുന്നത്. ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവാൻ പ്രധാന കാരണം കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോളിന്റെ കൂടുതലായിട്ട് വരുന്ന ട്രൈഗ്ലിസറൈഡും LDL, ലോ ഡെൻസിറ്റി ലിപ്പിഡ്സും, അത് നമുക്ക് ശരിക്കും അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് രക്തക്കുഴലുകളുടെ ഉള്ളിൽ പറ്റിപ്പിടിച്ച ഫാറ്റ്, അതാണ് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പൊ രക്തക്കുഴലുകളുടെ ആ ഒരു വ്യാസം കുറയും, ഒഴുക്ക് കുറയും, രക്തത്തിന് കട്ടി കൂടാം, ഒഴുകേണ്ട സ്ഥലത്തിന്റെ വീതി കുറയുമ്പോൾ അല്ലെങ്കിൽ വികാസം കുറയുമ്പോൾ അത് ഹൈ ബ്ലഡ് പ്രഷർ ആയിട്ട് മാറാം. അവിടെ ഡയലേഷൻ സംഭവിക്കുമ്പോൾ BP മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ആളിനെ വിടാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ട് ഡെയിലി 300 മില്ലിഗ്രാം ക്യാപ്സൂൾ നമ്മൾ ഗാമ ഒറൈസനോൾ കഴിച്ചാൽ മതിയാവും. ഇതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലോ ഉണ്ട്, ലോ തീരെ ലോ ആകാനും പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഒരു കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മരുന്നിന്റെ പേരാണ് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. കൊളസ്ട്രോൾ ലെവലിന് ഇവിടെ നോർമൽ ലെവൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ 200, 230, 240 എന്നൊക്കെ കണ്ടാൽ പേടിക്കണ്ട. ഹൈ കൊളസ്ട്രോൾ ആണ്, എനിക്ക് 240 ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിക്കണ്ട. ആ 240ന്റെ താഴെ ട്രൈഗ്ലിസറൈഡ് എത്രയുണ്ട്, LDL എത്രയുണ്ട്, HDL എത്രയുണ്ട്. HDL തീരെ കുറഞ്ഞു പോകും. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, ഒരു സേ അബൌട്ട് 1 സെന്റിമീറ്റർ സ്ക്വയർ സ്ഥലത്ത് 3 ടൈപ്പ് ഓഫ് സെല്ല് ടോട്ടൽ 500 വേണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുമ്പോൾ അതിന് ആനുപാതികമായിട്ട് മറ്റത് താഴോട്ട് പോകും എന്ന് പറഞ്ഞതുപോലെയാണ്. ടോട്ടൽ കൊളസ്ട്രോൾ കണ്ടു കഴിഞ്ഞാൽ ആ ടോട്ടൽ കൊളസ്ട്രോളിന്റെ താഴെ HDL ഉണ്ട്, LDL ഉണ്ട്, ട്രൈഗ്ലിസറൈഡ് ഉണ്ട്. ഈ LDL കൂടുകയും ട്രൈഗ്ലിസറൈഡ് കൂടുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അവിടെ HDL കുറയും. HDL കുറയാൻ പാടില്ല. പണ്ടൊക്കെ 37 to 45 എന്ന് പറയുമായിരുന്നു. ഇപ്പൊ 50% ആൻഡ് എബോവ് വേണം നല്ല കൊളസ്ട്രോള്. മറ്റേത് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാൻ പറ്റില്ല. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന ട്രൈഗ്ലിസറൈഡും LDL-ഉം. ഇത് മൂന്നും ശരീരത്തിലെ നോർമൽ ഫങ്ഷന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ആഹാരത്തിലെ പോഷകങ്ങൾ, അതുപോലെ രക്തത്തിലെ ഓക്സിജൻ, ഇതൊക്കെ നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തത്തിലൂടെ, ആ രക്തക്കുഴലിലൂടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, ഹൃദയത്തിൽ നിന്നും വളരെ ദൂരെയുള്ള നമ്മുടെ വിരലിന്റെ തുമ്പ് വരെ എത്തിക്കുന്നത് ആരാണ്? LDL ആണ്. ട്രൈഗ്ലിസറൈഡും LDL-ഉം കൂടെ ചേർന്നിട്ടാണ് ഇത് വഹിച്ചുകൊണ്ട് അവിടം വരെ പോകുന്നത്. വാഹകരാണ്
രക്തം ഒരു ട്രാൻസ്പോർട്ട് മീഡിയയാണ്. ഇവരാണ് അതിനെ കൊണ്ട് അവിടെ കൊണ്ടെത്തിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ യൂട്ടിലൈസേഷൻ കഴിഞ്ഞ് അവിടെ വേസ്റ്റ് വരുന്ന സമയത്ത് HDL ആണ് അതിനെ അവിടെ നിന്ന് എടുത്ത് തിരിച്ച് ഹാർട്ടിലേക്കോ മറ്റ് മെയിൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ടൊരാളെ കൊണ്ടുപോയി ഒരു സ്റ്റോപ്പിൽ ഇറക്കി അവിടുന്ന് തിരിച്ചു കൂട്ടാൻ വെഹിക്കിൾ വന്നില്ലെങ്കിൽ അവിടെ വട്ടം ചുറ്റി നടക്കത്തതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇത് മൂന്നും ഒരുപോലെ മാനേജ് ചെയ്യണം. HDLനെ നല്ല കൊളസ്ട്രോൾ എന്നും മറ്റതിനെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അളവിൽ കൂടുതൽ പാടില്ല. നോർമൽ ഫംഗ്ഷൻ നടത്താനുള്ള അത്ര അളവ് മാത്രം മതി. ഇവിടെ അളവ് എഴുതിയിട്ടുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ 239, 240, 239 വരെ. LDL 150 കൂടാൻ പാടില്ല എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. HDL 50% എബോവ് എന്ന് പറയുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ് 100 കൂടരുത്, 100 താഴെയാവണം എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും കുറയാതെ 300 മുകളിൽ ട്രൈഗ്ലിസറൈഡും കൊണ്ട് നടന്ന ആൾക്കാരില് തുടർച്ചയായിട്ട് ഈ ഗാമ-ഒറൈസനോൾ കൺസ്യൂം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ട്രൈഗ്ലിസറൈഡ് കുറഞ്ഞു, ആനുപാതികമായിട്ട് HDL കൂടി. അതിൻ്റെ അർത്ഥം അവരുടെ ഹാർട്ട് ഹെൽത്ത്, ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മൾക്ക് തരുന്ന ഗുളികയുടെ പേര്, സ്റ്റാറ്റിൻ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ. ഒരു 10 മെഡിസിനോളം വരും. അത് അടുത്ത സ്ലൈഡിലുണ്ട്. ഈ മെഡിസിൻ നമുക്ക് എന്താണ് ചെയ്തു തരുന്നത്? നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുന്ന മെഡിസിൻ. ഉദ്ദേശിക്കുന്നത് കൊളസ്ട്രോൾ കുറയണം എന്നാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയും, നല്ല കൊളസ്ട്രോളും കുറയും. പക്ഷെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ വേറൊരു മെഡിസിൻ ഇല്ല. ആ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ എക്സസൈസ് ചെയ്യണം, അതുപോലെ തന്നെ പ്രോട്ടീൻ കഴിക്കണം. പ്രോട്ടീൻ എവിടെ പോയി കഴിക്കും, എങ്ങനെ വിശ്വസിച്ച് കഴിക്കും, പല ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. അപ്പൊ സ്റ്റാറ്റിൻ കൊണ്ട് ഒരു എഫക്റ്റും 20 സൈഡ് എഫക്റ്റുമാണ് സ്റ്റാറ്റിൻ ഉള്ളത്. സ്റ്റാറ്റിൻ കഴിച്ചാൽ നല്ല തലവേദന ഉണ്ടാവാം, നോഷ്യ ഉണ്ടാവാം, അതായത് ഓക്കാനം വരാം, ഛർദിലുണ്ടാവാം, വയറ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം, ശരീരവേദന. ഏറ്റവും പ്രധാനമായിട്ട് ഓരോ രോമകൂപത്തിലും ഉള്ള രോമം അനങ്ങുമ്പോൾ വരെ വേദന എടുക്കും. ഞാൻ അനുഭവിച്ചതാണ്. നല്ല വേദന, ശരീരവേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ മേലാത്ത ശരീരവേദന ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് ശീലമായിക്കാണ്. എന്തിനായിരിക്കോ വേദന, ഞാൻ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ കുറെ അധികം നാളുകൾക്ക് ശേഷമാണ് സ്റ്റാറ്റിൻ കഴിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലായത്. സ്റ്റാറ്റിൻ ഉപേക്ഷിച്ചപ്പോഴാണ്, ശരീരവേദന കുറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് അന്വേഷിക്കാൻ ആര് പോകുന്നു? ഞാൻ വിശ്വസിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ ഡോക്ടർ എനിക്ക് ഏറ്റവും നല്ല ഗുളികയാണ് തരുന്നത്, ഏറ്റവും നല്ല മരുന്നാണ് തരുന്നത്. അത് തന്നെയല്ലേ മറ്റു പേഷ്യൻസിനും കൊടുക്കുന്നത്. ഡോക്ടറാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു രോഗിക്ക് എന്ത് കൊടുക്കണം, ഏത് സ്യൂട്ട് ചെയ്യും, ഏത് ഗുളിക കഴിക്കണം. സ്റ്റാറ്റിനിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. അപ്പൊ അത് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത് ആ പേഷ്യന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എഫക്റ്റ് മാത്രം അന്വേഷിക്കും, സൈഡ് എഫക്റ്റ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തലവേദന അനുഭവിച്ചിട്ടുണ്ട്, വയറിന് എരിച്ചിൽ അനുഭവിച്ചിട്ടുണ്ട്. വേറെ ഇതിന്റെ കൂട്ടായിട്ട് അവസാനം നമുക്ക് ഏറ്റവും മാരകമായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ഷുഗർ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു പ്രമേഹ രോഗി കൂടെ ആയിത്തീരും എന്നുള്ളതാണ് സത്യം. ഇനി പ്രമേഹ രോഗമാണ് ആദ്യം തുടങ്ങുന്നെങ്കിലോ അതിന് കൂട്ടായിട്ട് കൊളസ്ട്രോളും വരും, BP വരും. ഇത് ഒന്ന് വന്ന് അതിന്റെ പുറകെ മറ്റതും വന്നിരിക്കും. അതാണ് അതിന്റെ ഒരു സിസ്റ്റം. ഇതാണ് കൊളസ്ട്രോൾ ലെവലിന് നോർമൽ ആക്കാൻ എന്തെല്ലാം പേരിലുണ്ട്. എല്ലാ പേരും ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. അറ്റോർവാസ്റ്റാറ്റിൻ മാത്രമാണ് എളുപ്പം ഓർത്തിരിക്കും. അപ്പൊ മറ്റതിനൊക്കെ ഓരോ ജനറേഷൻ മെഡിസിൻസ് ആണ്. ഇനി ഇത് എന്തെല്ലാം ചെയ്താലും ശരി, ഓരോ വർഷം എടുക്കുന്നതിന്റെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണക്കിലൊന്നും നമുക്കൊന്നും കാര്യമില്ല, നമുക്ക് അവിടെ ഒക്കെ വിട്ടുപോകാം. പക്ഷെ നമുക്കൊരു കാര്യം അറിയേണ്ടത്, ഈ മെഡിസിൻ എല്ലാം എടുത്തിട്ടും ഒരാളിന്റെ എങ്കിലും കൊളസ്ട്രോളിന്റെ മരുന്ന് നിർത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ 2011 ജനുവരി 5 അരമുറി മെറ്റ്ഫോർമിനിൽ സ്റ്റാർട്ട് ചെയ്ത് ബൈ ഓഗസ്റ്റ് പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും എല്ലാം കൂടെ ആയിട്ട് ഒരു 6 ഗുളികയായി. 8 മാസം കൊണ്ട് എനിക്കുണ്ടായ പ്രോഗ്രസ് അതാണ്. അപ്പോഴൊന്നും ചിന്തിച്ചിട്ടുമില്ല, തിരിച്ചു ചോദിച്ചിട്ടുമില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ ചോദിക്കുന്ന പോലെ ചോദ്യം ചോദിക്കാൻ അന്ന് അറിയാമായിരുന്നെങ്കിൽ ചോദിച്ചേനെ. അറിയില്ലായിരുന്നു, ചോദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ചോദിക്കും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന സൈഡ് എഫക്റ്റുകൾ. നമ്മൾ അനുഭവിക്കുന്ന പലരിലും പല രീതിയിലാണ്. എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. ശരിക്കും ഒരുറക്കം കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല, പിന്നെ ഉറക്കം വരില്ല. ഉറക്കം വരാൻ വേറെ ഗുളിക കഴിച്ചാൽ
ഉറക്കം വരത്തില്ല എന്നുള്ളത് ഗുളികയുടെ സൈഡ് എഫക്റ്റ്. ഉറങ്ങാൻ ഗുളിക കഴിച്ചാൽ ഉറങ്ങത്തുമില്ല. പിറ്റേ ദിവസം നിലാവത്തഴിച്ചു വിട്ട കോഴി നടക്കുന്ന പോലെ കിറുങ്ങി നടക്കാം. സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും. ചൊറിഞ്ഞ് ചെറിയ ചെറിയ കുരുക്കൾ പോലെ സ്കിന്നിൽ ഉണ്ടാവാം. ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ലെവലിലൊക്കെ വ്യത്യാസം വരാനും ഒക്കെ സാധ്യതയുണ്ട്. BP, ഷുഗറും ഒക്കെ വേരിയേഷൻ വരും. ഇതൊക്കെ ഈ മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആണ്. ഇതാണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാർണിംഗ് സ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റിൻ മേ കോസ് ഡയബറ്റീസ്. മേ കോസ് അല്ല, സ്റ്റാറ്റിൻ വിൽ കോസ് ഡയബറ്റീസ് എന്നതിനെ തിരുത്തണം. ഉറപ്പായിട്ടും ഉണ്ടാവും. മസിൽ ഡാമേജ്, മെമ്മറി ലോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് മറവി രോഗത്തിലേക്ക് പോവുമല്ല, ക്രമേണ 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 അവിടെ കൊണ്ട് എത്തിച്ചിരിക്കും. ഡിമെൻഷ്യ. കാര്യങ്ങൾ ക്രോഡീകരിച്ച് ചിന്തിക്കാൻ, കണക്ട് ചെയ്ത് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പോവുക. കോഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എന്ന് പറയും. നമുക്കൊരു കാര്യത്തെ കണക്ട് ചെയ്ത് അത് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വളരെ വൃത്തിയായിട്ട് വളരെ നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിയിൽ ദിനേശ് സാർ അതിനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരാണി കണ്ടു, കണ്ണത് കണ്ടെങ്കിലും കാലിനെ അവിടെ ചെല്ലാതിരിക്കാൻ തടയാൻ പറ്റുന്നില്ല. കാരണം കംപ്ലീറ്റ് ആക്ഷൻ, നമ്മളുടെ നെർവസ് സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആണ്. കണക്ഷൻ ഇല്ല ശരിക്കും. ആ ഇമ്പൾസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രെയിനിൽ നിന്ന് പെരിഫറി, സ്കിന്നിന്റെ പെരിഫറി എന്ന് പറയും. അത് വെച്ചാൽ നമ്മുടെ തൊലിപ്പുറമെ അല്ലെങ്കിൽ കാലിന്റെ ഏറ്റവും തുമ്പത്ത് അവിടേക്കുള്ള മെസ്സേജും അവിടുന്ന് തിരിച്ച് ബ്രെയിനിലേക്കുള്ള മെസ്സേജും ഇതൊക്കെ കറക്റ്റ് അല്ലാതെ ആ മെമ്മറി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇടയ്ക്ക് എവിടെയോ ബ്രേക്ക് സംഭവിച്ചത് കൊണ്ട് ആ ആണിയെ ചവിട്ടാതിരിക്കില്ല. കണ്ടിട്ടും അവിടെ പോയി ആണിയെ ചവിട്ടിയിരിക്കും. കുഴി കണ്ടിട്ടും കുഴിയിൽ ചെന്ന് വീണിരിക്കും. അത് പർപ്പസ്ലി അല്ല. കാരണം ആ കണ്ട കാര്യത്തിന് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ നടക്കാൻ ശരീരത്തിന് പറ്റിയില്ല എന്നുള്ളതാണ്. ഈ ഇമ്പയർമെന്റ് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഒരു ന്യൂറോ പ്രൊട്ടക്റ്റന്റ് ആയിട്ട് നമ്മളുടെ ഗാമ ഒറൈസിനോൾ നമുക്ക് സഹായിക്കും. ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് മെസ്സേജസ് കൈമാറുന്നതിന് ഇടയ്ക്ക് തടസ്സമായിട്ടുള്ള എന്തോ ഒന്നുണ്ട്, അതിനെ മാറ്റിക്കളയാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മളുടെ ഗാമ ഒറൈസനോളിനുണ്ട്. അതുകൊണ്ട് ഡിമെൻഷ്യയിലേക്ക് പോകാതെ, കൊളസ്ട്രോളിന് കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് അനുഭവിക്കാതെ കൊളസ്ട്രോളിനെ നോർമൽ ആക്കി വെക്കാൻ സാധിക്കും. പിന്നെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നുണ്ട്. സ്റ്റാറ്റിൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഡോസ് ഒരുപാട് കാലം കഴിക്കുന്ന പെണ്ണുങ്ങളിൽ സാധാരണ പെണ്ണുങ്ങളെ കാട്ടി, സാധാരണ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് എത്രയാണോ അതിന്റെ 11 മടങ്ങ് റിസ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നവരൊക്കെ തന്നെ എല്ലാവർക്കും ക്യാൻസർ ഒന്നും വരത്തില്ല. അത് വേറൊരു കാര്യമാണ്. ഈ കേൾക്കുന്നത് അങ്ങനെയും തലയ്ക്കകത്തിട്ട് ചിന്തിക്കല്ലേ, പ്രോസസ്സ് ചെയ്യല്ലേ. നമുക്ക് വേണ്ടാത്തതിനെ പറ്റി ചിന്തിക്കല്ലേ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ട് മറന്നേക്കുക, തലയ്ക്കകത്ത് കയറ്റരുത്. ഗുളിക കഴിക്കുന്നവർ ഒരുപാട് പേരെന്നെ കേൾക്കുന്നുണ്ടാവും. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ട് കണ്ടുവിട്ടേക്കുക. നമുക്ക് വേണ്ടുന്നത് മാത്രം തലക്കയറ്റിയാൽ മതി. ഇതൊരു വെറും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണാൻ പറ്റണം. ഒരു തേർഡ് പാർട്ടി, ഒരു വിറ്റ്നസ് ആയിട്ട് ഇതിനെ കാണാൻ പറ്റണം. പകരം ഞാൻ കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ക്യാൻസർ വരും എന്ന് ചിന്തിക്കരുത്. വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക. ഓക്കെ, പേടിക്കാൻ വേണ്ടിയിട്ടല്ല, വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ ആവാഹിക്കാൻ വേണ്ടിയിട്ടല്ല, ആവാഹിക്കാതിരിക്കാൻ പഠിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വേണ്ടുന്നത് മാത്രം ചിന്തിക്കുക. ഇതൊക്കെ നമുക്ക് മരുന്നിന്റെ കൂടെ കിട്ടുന്ന ബോണസ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാവരിലും സംഭവിക്കേണ്ട കാര്യമല്ല, എല്ലാവരിലും സംഭവിക്കത്തുമില്ല. അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും നമ്മൾ അറിയുന്ന ആൾക്കാരിൽ ഇങ്ങനെ ആരെങ്കിലും സ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റിൻ ഒരു 3 to 6 months നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. അവരിനി എത്ര കൊളസ്ട്രോൾ ഉണ്ടെങ്കിലും അവരുടെ കൊളസ്ട്രോൾ നോർമൽ ആക്കിക്കൊണ്ട്, കാരണം ഞാൻ ആദ്യം നിർത്തിയത് കൊളസ്ട്രോളിന്റെ മെഡിസിൻ, രണ്ടാമത് ബ്ലഡ് പ്രഷറിന്റെ മെഡിസിൻ, ഏറ്റവും ഒടുവിലായിട്ട് ഷുഗറിന്റെ മെഡിസിനും നിർത്താൻ കാരണമായത് ഈ ഒരു കൂട്ടായിട്ടുള്ള ഈ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ എൻ്റെ ശരീരത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ മാറ്റങ്ങൾ. ഇത് മാത്രം വിഴുങ്ങിയത് കൊണ്ട് ഒരു കാര്യവും ഇല്ല. ഇതിന്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൂടി ചെയ്യണം. ഓക്കെ. ഹെൽത്ത് ഗാർഡ് ഗാമ ഒറൈസിനോൾ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ.
ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത് ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് രജിസ്റ്റർ ചെയ്ത. 2025 ജനുവരി 1 വൈകുന്നേരം 7 മണിക്കുണ്ടായ ആ ഒരു വലിയ ഒരു മീറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, മറ്റെന്തെങ്കിലും വാക്ക് വേണം അവിടെ പറയാൻ, സമാരോഹം എന്നൊക്കെ ഹിന്ദിയിൽ പറയും, സമ്മേളനം. അവിടെ അന്ന് സംഭവിച്ചത് ഈ ഒരു കുഞ്ഞൻ മെഡിസിനെ റെക്കോർഡ് സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ അന്ന് അവിടെ നടന്നു. ഒരുപാട് ഈ ശരീരത്തിൽ എത്ര കണ്ട് സിസ്റ്റങ്ങളുണ്ടോ എല്ലാ സിസ്റ്റത്തിനെയും ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാവരും ഒരേപോലെ ഐക്യകണ്ഠേന സജസ്റ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾക്ക് തലവേദനയാണോ, നിങ്ങൾക്ക് പനിയാണോ, നിങ്ങൾക്ക് കണ്ണുവേദനയാണോ, തൊണ്ടവേദനയാണോ, തൈറോയ്ഡ് പ്രശ്നമാണോ, നെഞ്ചരിച്ചിലാണോ, കൊളസ്ട്രോൾ കൂടുതലുണ്ടോ, ഷുഗർ കൂടുതലുണ്ടോ, നിങ്ങൾക്ക് കൈകാല് കഴപ്പാണോ, നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയാണോ, മെമ്മറി ഇല്ലായ്മയാണോ, എന്തു പ്രശ്നത്തിനും, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടോ, ക്യാൻസറിനും നമുക്ക് ഇതൊരു ലാസ്റ്റ് വാക്കാ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ്, ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇത് കൊടുക്കാൻ പറ്റുന്നതല്ല എന്നല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല, എന്നാൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 3 വ്യക്തികളിൽ ഹൈപ്പർ തൈറോയിഡിസം പേഷ്യന്റ് മെഡിസിന് റെസിസ്റ്റന്റ് ആയ 3 പെൺകുട്ടികൾ എന്നാണ് പറയേണ്ടത്, 27 വയസ്സ്, 32 വയസ്സ്, 37 വയസ്സുള്ള 3 പേര് ആ ഒരു കണ്ടീഷനിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ 90 ഡേയ്സേ എടുത്തുള്ളൂ. ഇതിന്റെ കൂടെ ന്യൂട്രിചാർജ് വുമൺ ടാബ്ലറ്റും ന്യൂട്രിചാർജ് DHAയും ആണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ചില കണ്ടീഷൻസിൽ തിരിച്ചു വരാം, പക്ഷെ ഉറപ്പായിട്ടും പറയാൻ എനിക്കറിയില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അവർ 3 പേരിലും അഡ്വാൻസ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അവരിനി ഒരിക്കലും ആ കണ്ടീഷനിലേക്ക് റിവേഴ്സ് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ സ്കിൻ ക്യാൻസർ ചാൻസസും റെഡ്യൂസ് ചെയ്യപ്പെടും. അത് അടുത്തൊരു സ്ലൈഡിൽ പറയാൻ പറ്റിയെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ അത് പിന്നീട് പറഞ്ഞുതരാം. ഇത് നമ്മൾ ആദ്യം കണ്ട സ്ലൈഡുകൾ പോലെ തന്നെയാണ്. എങ്ങനെയാണ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് 3 പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഗാമ-ഒറൈസനോൾ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ഇതൊരു ആന്റി ഡിപ്രസന്റ് ആണ്, അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള ആ ഒരു പ്രോപ്പർട്ടി, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി തന്നെയാണ് എല്ലാ കണ്ടീഷനിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ ശരീരത്തെ സഹായിക്കുന്നത്. കൊളസ്ട്രോളിന്റെ അബ്സോർഷനെ തടഞ്ഞുകൊണ്ട്, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ഇൻഡസ്റ്റൈനൽ റീഅബ്സോർഷൻ, കൊളസ്ട്രോളിന്റെ റീഅബ്സോർഷനെ തടഞ്ഞ് ബൈലുമായിട്ട് മിക്സ് ചെയ്ത് അത് സർക്കുലേഷനിലേക്ക് വിട്ട് അത് ലിവറിലേക്ക് വീണ്ടും അടിഞ്ഞുകൂടാതെ ഫാറ്റി ലിവറിനെയും തടയും, കൊളസ്ട്രോൾ ഹൈ ആവുന്നതിനെയും തടയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇത് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ചെയ്യുന്നത് കൊളസ്ട്രോൾ എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ എടുത്തു പറയാതെയാണ് ഞാൻ ബൈലിലൂടെ മിക്സ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞത്. കൊളസ്ട്രോളിന്റെ അബ്സോർഷനെ കുറയ്ക്കും, അതുപോലെ കൊളസ്ട്രോളിന്റെ എക്സ്ക്രീഷൻ, അതിനെ പുറന്തള്ളും, ശരീരത്തെ അതിന്റെ സിസ്റ്റത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഒരു മെക്കാനിസം. അത് ബൈലെന്ന് പറയുന്നത് നമ്മളുടെ പിത്തരസം. ആ പിത്തരസത്തില് കൊളസ്ട്രോളിനെ അലിയിച്ച് അത് വീണ്ടും വയറ്റിലേക്കും വീണ്ടും കുടലിലേക്കും പോയി അതിനെ മലത്തിന്റെ കൂടത്തിൽ അത് പുറത്തു പോകും. എക്സ്ട്രാ ആയിട്ടുള്ളത് മുഴുവനും മലത്തിൽ മിക്സ് ചെയ്ത് ശരീരത്തിൽ നിന്ന് പുറത്തു തള്ളും. അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുക. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നത് വഴി കോർട്ടിസോൾ ലെവൽ കുറഞ്ഞിട്ട് അവിടെയും നമുക്ക് BP കുറയാനും ഷുഗർ കുറയാനും, ഈ 2-3 ഫങ്ഷൻസ് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്. ഇത് വെറുതെ ഒരു ആന്റി ഓക്സിഡന്റ് അല്ല, സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണിത്. സൂപ്പർ, ചില പ്രോഗ്രാമിൽ പറയുന്ന പോലെ സൂപ്പർ സെ ഊപ്പർ എന്ന് പറയാം. അത്രയും നല്ല കപ്പാസിറ്റി ഉള്ള ആന്റി ഓക്സിഡന്റ് ആണ് ഗാമ-ഒറൈസനോൾ. ഇത് തൈറോയിഡിന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഹൈപ്പോ തൈറോയിഡിസത്തിന് നല്ലതാണെന്ന്. അതായത് നമ്മുടെ തൈറോയിഡിന്റെ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ജസ്റ്റ് TSH മാത്രം നോക്കിയിട്ട് ഇത് ഹൈപ്പോ തൈറോയിഡ് ആണോ ഹൈപ്പർ തൈറോയിഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല. തൊട്ടു മുമ്പ് ഞാൻ കൊളസ്ട്രോളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ TFT എന്ന് പറയും, TFT തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ്, T3, T4, TSH, ഈ 3 കാര്യങ്ങളും ചെക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ.
അപ്പോൾ കറക്റ്റായിട്ട് അത് ചെയ്യണം. കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നവർ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രമല്ല, ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റ്, അതും കഴിയുന്നതും ഫാസ്റ്റിംഗ് ആയിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യണം. എല്ലാ കൊളസ്ട്രോളിൻ്റെയും അളവും അതുപോലെ റേഷ്യോയും ഒക്കെ അറിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റും. ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് കുറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ റിലീസ് മെനോപോസൽ സിംറ്റംസ്, ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ശരീരത്തിലെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിലെ ഹോട്ട് ആൻഡ് ഫ്ലഷ് എന്ന് പറയുന്നത്, അതൊരു ഒരു ചെറിയ സമയത്തിനുള്ളിൽ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈഞ്ഞൊടിക്കുന്ന സമയം, അത്രയും സമയത്തിൽ ഒരു നിമിഷം ഭയങ്കരമായിട്ട് ഷിവറിങ് ഫീൽ ചെയ്യും, അടുത്ത നിമിഷം മുഴുവാരം ഉഷ്ണിക്കും. നല്ലതുപോലെ തീക്കനലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഏൽക്കുന്നത് പോലെ ഒരു പൊള്ളൽ നമുക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടാകാം. കാതിൻ്റെ ഭാഗത്താണ് കൂടുതൽ ഉണ്ടാവുന്ന, കാതൊക്കെ ചുവന്ന് തിണർത്ത് വരും. പെട്ടെന്ന് അത് മാറി പെയിലാവുകയും ചെയ്യും. തണുപ്പിനെയും ചൂടിനെയും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതുപോലെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ലക്ഷണങ്ങൾ അവിടെ കാണുന്നതുകൊണ്ട് അതിനെ സിൻഡ്രോം എന്ന് പറയും. ആ സിൻഡ്രത്തിനെ, സിംറ്റങ്ങളെ എല്ലാം റിലീവ് ചെയ്യാൻ ഇത് ആൻറ്റി ഓക്സിഡന്റ് എഫക്റ്റ് കൊണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കൊണ്ട് സാധിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെയ്തു തരുന്നത്. അടുത്ത ബ്രെയിനിന്റെ പടമാണ്. പ്രൊട്ടക്ട്സ് നെർവസ് സിസ്റ്റം എന്നാണ്. നെർവസ് സിസ്റ്റം ബ്രെയിനും അതുപോലെ തന്നെ നാഡീവ്യൂഹങ്ങളും ചേർന്നതാണ് ആ ഒരു സിസ്റ്റം. ഉത്തമാംഗം എന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്, ബ്രെയിനിലുള്ള സെല്ലുകളെ, ന്യൂറോൺസിനെ ഡാമേജിൽ നിന്ന്, അതായത് അതിന് കേടുപാടുകൾ പറ്റിയാൽ അതിനെ റിപ്പയർ ചെയ്യാൻ നമ്മുടെ ഗാമ-ഒറൈസിനോൾ ഹെൽപ്ഫുൾ ആണ്. അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ്, നീർവീഴ്ച കുറയ്ക്കാനുള്ള എഫക്റ്റ്. ഇത് വെറുതെ ഒരു ശരീരവേദനയ്ക്കും നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു പനി വന്നാലും പാരസെറ്റമോളിന് പകരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്ന് കഴിക്കുക, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്രെയിനിനും നെർവസ് സിസ്റ്റത്തിനും ഇത് സപ്പോർട്ടാണ്. അൽസൈമേഴ്സ്, അത് നല്ല രീതിയിൽ മറവി രോഗമാണ്. പാർക്കിൻസോണിസം, വിറയൽ രോഗം, ഇതിന് നല്ലതാണ്. കോഗ്നിറ്റീവ് പ്രൊട്ടക്ഷൻ ആണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ ക്രോഡീകരിച്ച് കണക്ട് ചെയ്ത് ചിന്തിച്ച് ഒരു നല്ല രീതിയിൽ അതിനൊരു പര്യവസാനം കണ്ടെത്താൻ പറ്റാതെ വരുന്ന കാര്യങ്ങൾ. കുഴി കണ്ടാലും കുഴിയിൽ ഇറങ്ങല്ലേ എന്ന് തോന്നിയാലും പക്ഷേങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാവുന്നില്ല. അവിടെ ആ സംവേദന, ആവേദന, നാഡികളുടെ ആ ഒരു സംവേദന എല്ലാം ബ്രേക്കായി പോവുക. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു വയർലെസ് സിസ്റ്റത്തിനിടയ്ക്ക്, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് വയർലെസ് മെസ്സേജ് പോകുമ്പോൾ അതിനിടയ്ക്ക് ഒരു തടസ്സം സൃഷ്ടിക്കുന്ന പാട പോലെ ഫാറ്റ് ഉണ്ടാവും. ആ ഫാറ്റിനെ മാറ്റേണ്ടതാണ്. നോർമൽ രീതിയിൽ അത് മാറില്ല. ആൻറ്റി ഓക്സിഡന്റ് എഫക്റ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ള ഗാമ-ഒറൈസിനോളിന് അത് മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ഇൻഫ്ലമേറ്ററി എഫക്റ്റിനെ കുറയ്ക്കുക, നമുക്ക് വ്രണങ്ങൾ, മാറാത്ത വ്രണങ്ങളെ ഉണക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരിക്കലും ഉണങ്ങില്ല എന്ന് വിചാരിച്ച പല വ്രണങ്ങളും ഗാമ-ഒറൈസിനോൾ കഴിക്കാനാണ് കമ്പനി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കഴിപ്പിന് പകരം ലോക്കൽ ആപ്ലിക്കേഷന് പേസ്റ്റ് ഉണ്ടാക്കി വരെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് എല്ലിൽ നിന്ന് കാൽഷ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ. എല്ലിനും പല്ലിനും ബലം നൽകുന്നത് കാൽഷ്യമാണ് പ്രധാനം. പിന്നെ അതിൻ്റെ കൂടെ കാൽഷ്യം ഒറ്റയ്ക്ക് നിൽക്കില്ല, പൊട്ടാസ്യം, ഫോസ്ഫറസും കൂടെ വേണം. അപ്പോൾ ബോഡിയുടെ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ ബോഡിയുടെ ഓട്ടോ മെക്കാനിസം വർക്ക് ചെയ്യുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലല്ല, വേറെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അസിഡിറ്റിയെ എങ്ങനെയാണ് ബോഡി കോപ്പപ്പ് ചെയ്യുന്നതെന്ന്. ചായ കുടിച്ചിട്ട് ആരും കുഴഞ്ഞു വീണ് മരിച്ചെന്ന് കേൾക്കാത്തത് ശരീരത്തിൻ്റെ ഓട്ടോ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. വയറ്റിൽ നമുക്ക് അസിഡിറ്റി ഉണ്ടായാൽ അതിനെ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് പുറത്തു പോയിട്ട് എവിടെ നിന്നും കാൽഷ്യം വാങ്ങിച്ച് വരേണ്ട ആവശ്യമില്ല. എല്ലുകളിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന മസിലുകളിലൊക്കെയുള്ള, എല്ലിലും പല്ലിലുമുള്ള കാൽഷ്യം വലിച്ചു പുറത്തു കൊണ്ടുവരും. എവിടെ നിന്നാണോ ആവശ്യത്തിന് കാൽഷ്യം കിട്ടുന്നത് അതിനെ മൊബിലൈസ് ചെയ്ത് ഗട്ടിൽ കൊണ്ടുവന്ന് അവിടുത്തെ അസിഡിറ്റി നോർമലാക്കും. ഒരു പ്രാവശ്യം കാൽഷ്യം എല്ലിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആ കാൽഷ്യത്തിൻ്റെ കൂടെയുള്ള പൊട്ടാസ്യം ഒക്കെ അതിൻ്റെ കൂടെ, ഫോസ്ഫറസും ഒക്കെ പുറത്ത് ചാടും. മഗ്നീഷ്യം ഒക്കെ പുറത്ത് ചാടും. പുറത്ത് ചാടിക്കഴിഞ്ഞാൽ എല്ലിന് കട്ടി കുറയും. എല്ല് എന്താ പറയുക, സ്പോഞ്ചി എല്ലായിട്ട് മാറും. അതിനകത്തുള്ള കാൽഷ്യമാണ് കൂടുതലും പോരുന്നത്.
ബ്ലഡ് ലെവൽ നോക്കുമ്പോൾ ബ്ലഡിനകത്ത് കാൽഷ്യത്തിന്റെ അളവും കൂടുതലായിരിക്കും. അപ്പൊ ഈ കാൽഷ്യത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ശരീരത്തിൽ കുറച്ചധികം ഫങ്ഷൻസ് നടക്കേണ്ടതുണ്ട്. അതിനെ നോർമൽ ആക്കാൻ എല്ലായിടത്തും വേണ്ടവണ്ണം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ് നമ്മളുടെ ഗാമ ഒറൈസനോൾ. ഷുഗറിനെ മാനേജ് ചെയ്യാനും ഒബേസിറ്റി കുറയ്ക്കാനും മസിൽ സ്ട്രെങ്തനിങ്ങിന് ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുകയും എക്സസൈസ് ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാത്രം മസിലിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല. ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഭാഗമായിട്ട് സഹായമായിട്ട് മാക്സിമം എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റ്സിന്റെ മാക്സിമം എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മേമ്പൊടിയായിട്ടും മെയിനായിട്ടും ഗാമ ഒറൈസനോൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ ഇത് ആങ്സൈറ്റിയെയും ഡിപ്രഷനെയും കുറയ്ക്കാനായിട്ട് സൈക്കോട്ടിക് ഡ്രഗ് കഴിക്കുന്ന ആൾക്കാരിൽ അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ, പാർക്കിൻസ് ഉള്ള ആൾക്കാരിൽ അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആണ്. നോർമലായ ആൾക്കാരുമുണ്ട്. ശരിക്കും ക്യാപ്സൂൾ കൊടുക്കാതെ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ കൊടുത്ത് മാത്രം കംപ്ലീറ്റ് നോർമൽ ആക്കിയ ഒരു ലേഡി ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. അതിനകത്തും ആ ഓയിലാണെങ്കിലും അതിലുള്ളത് എന്താണ്? ഗാമ ഒറൈസനോൾ തന്നെയാണ്. ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് നമ്മളെ എല്ലാ തരത്തിലും നോർമൽ ആക്കി കൊണ്ടുപോകാൻ ആന്റി ഏജിങ് പ്രോപ്പർട്ടി. ആന്റി ഏജിങ് എന്ന് പറഞ്ഞാൽ വയസ്സാവാതിരിക്കുകയല്ല ചെയ്യുക. വയസ്സാകുന്ന പ്രോസസ്സ് അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങേയറ്റം ആങ്സൈറ്റിയിലും അങ്ങേയറ്റം ഡിപ്രഷനിലും അങ്ങേയറ്റം നമ്മളുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവരുമാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പ്രായം കൂടും. നമ്മളുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളുടെ സ്കിന്നിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ആളെ കണ്ടാൽ പ്രായം തോന്നാതിരിക്കുന്നത്. അങ്ങനെ തോന്നാതിരിക്കുന്ന അങ്ങനത്തെ ഒരു സ്കിൻ സ്റ്റേജിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, സ്കിൻ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ തടയും. അതിൻ്റെ സ്കിൻ ക്യാൻസർ റിസ്കിനെ കുറയ്ക്കാനായിട്ടും നമുക്ക് നമ്മുടെ ഗാമ ഒറൈസനോൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അൾട്രാവയലറ്റ് ബി രശ്മികൾ കണ്ടിന്യൂസ് പതിക്കുന്നത് കൊണ്ട് സ്കിന്നിൽ ഡീജനറേഷൻ ഉണ്ടായി ക്യാൻസർ ഉണ്ടാവുന്നതിനെ തടയാൻ നമുക്ക് ഗാമ ഒറൈസനോൾ ഹെൽപ്ഫുൾ ആണ്. ഇൻ കേസ് ഡീജനറേഷൻ സംഭവിച്ചിട്ടുണ്ട്, ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, ക്യാൻസറിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഗാമ ഒറൈസനോൾ കണ്ടിന്യൂസ് എടുത്തു കഴിഞ്ഞാൽ ബ്ലഡിലെ ബയോ അവൈലബിലിറ്റി നിലനിർത്തിക്കൊണ്ട്, അതങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമുക്കൊരു ആന്റിബയോട്ടിക് മെഡിസിൻ എഴുതിയിട്ടുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും കഴിക്കണം എന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതുന്ന മെഡിസിൻ നമ്മൾ കൃത്യമായിട്ടും രാവിലെയും വൈകിട്ടും കഴിക്കും. അതായത് ആ മെഡിസിൻ 12 മണിക്കൂർ നമ്മുടെ രക്തത്തിൽ അവൈലബിൾ ആയിരിക്കും. അതിനാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഡോസ് കുറഞ്ഞു വരുന്ന രാവിലെ കഴിച്ചു, ഉച്ചയാകുമ്പോഴൊന്നും അതിൻ്റെ ലെവല് താഴുന്നില്ല. മണിക്കൂറുകൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് അതിൻ്റെ ലെവല് താഴുന്നത്. അപ്പം നമ്മളുടെ ഗാമ ഒറൈസനോൾ 24 അവേഴ്സും ബയോ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് സത്യം. ആ ബയോ അവൈലബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ഡോസ് വേണേൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഡോസ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെയും വൈകിട്ട് ഒരെണ്ണം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഓരോന്ന്. അത് ഡിസീസ് ഒന്നുമില്ലാത്തവർക്ക് രാവിലെയും വൈകിട്ട് ഓരോന്ന്, അല്ലെങ്കിൽ 24 അവേഴ്സിൽ 2 ക്യാപ്സൂൾ, അത് മതിയാവും. എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഡോസ് കൂട്ടിയെടുക്കണം. കാരണം അസുഖമുള്ള ശരീരത്തിൽ ഇതിൻ്റെ റിക്വയർമെന്റ്, ഇതിൻ്റെ ആവശ്യകത വളരെ കൂടുതലായിരിക്കും. ഒരു ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ, അത് വളരെ ചെറുതാണ്. അത് സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ, അസുഖങ്ങളില്ലാതിരിക്കാൻ, അസുഖങ്ങളില്ലാത്ത ഒരു ലൈഫിലേക്ക് പോകാൻ ഗാമ ഒറൈസനോളിനെ ചേർത്ത് പിടിക്കുക. ഇത് നമ്മളുടെ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിരിക്കുന്നതാണ്. ആന്റി ആങ്സൈറ്റി എവിടെയൊക്കെയാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ ഒഴിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് മരുന്നായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ അത് മുകളിൽ എഴുതിയിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എങ്ങനെ ഉപയോഗിക്കുന്നത്. ആന്റി ആങ്സൈറ്റി കോമ്പൗണ്ട് ആയിട്ടും ആന്റി ഡിസ്ലിപ്പിഡീമിക് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനുള്ള കോമ്പൗണ്ട് ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നിടമുണ്ട്. ജപ്പാൻ, USA, UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ചൈന, ഇന്തോനേഷ്യ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ, കാനഡ, തായ്ലൻഡ് ആൻഡ് ഇന്ത്യ. ഇതിൽ ഇന്ത്യക്ക് മാത്രമേ ഈ ഒരു സൗഭാഗ്യമുള്ളൂ, ന്യൂട്രാസ്യൂട്ടിക്കൽ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ.
ഇത് മെഡിസിൻ്റെ അണ്ടറിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്കിതിനെ തൊടാൻ കിട്ടില്ലായിരുന്നു. നമ്മളിൽ എത്ര പേർക്ക് ഇതിനെ വാങ്ങിക്കാൻ പറ്റും? ഏത് ഡോക്ടർമാർ എഴുതും? ഡോക്ടർ എഴുതുന്നത് കൊണ്ട് തന്നെ എത്ര ആയിരങ്ങൾ വേണേലും കൊടുക്കേണ്ടി വരുമായിരുന്നു. ഫാർമസ്യൂട്ടിക്കൽസിൽ ഇതിന് ഭയങ്കര വില കൊടുക്കണമായിരുന്നു. ഒരു പ്രാവശ്യം ആ വില പറഞ്ഞിരുന്നു മാഡം, ഓർക്കണില്ല. ഓക്കെ, ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തന്നെയും പിന്നെയും ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം മറ്റ് മെഡിസിനുകൾ ഉണ്ടാക്കാൻ അതിനകത്തെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പോലും ബയോളജിക്കൽ മറ്റ് മെഡിസിൻസ് ഉണ്ടാക്കുന്നിടത്ത് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഗാമ ഒറൈസനോളിനെ ചേർക്കുന്നുണ്ട്. ആൻറ്റി അൾസറാണ്, ആൻറ്റി ഹൈപ്പോലിപ്പിഡീമിക് ഏജന്റ് ആണ്. വയറിനകത്ത് നിറച്ചെന്ന് പറഞ്ഞാൽ ഒരു 6-7 അൾസർ വരെയൊക്കെ പോരെ ഒരാളുടെ വയറ്റിൽ, അത്രയൊക്കെ കൊണ്ട് നടന്നതാണ് ഞാൻ. 2.5 മാസം ഗാമ ഒറൈസനോൾ ഉൾക്കൊള്ളുന്ന അന്ന് ക്യാപ്സൂൾ വാങ്ങിച്ചിട്ടില്ല, ഓയില് രാവിലെ കഴിച്ചിട്ടാണ് 2.5 മാസം കൊണ്ട് എത്രയോ വർഷം പഴക്കമുള്ള എൻ്റെ അൾസർ മുഴുവനും ഹീലായത്. ഇത് നമ്മുടെ ഒരു അസോസിയേറ്റ് ബയറിൻ്റെ എക്സ്പീരിയൻസ് ആണ്, എൻ്റെതല്ല. ഫോട്ടോ എൻ്റെ കയ്യിൽ വന്നു, ഞാൻ സേവ് ചെയ്ത് വെച്ചു. പ്രായമുള്ള ഒരാളിൻ്റെ കാലാണെന്നത് കാണുമ്പോൾ തന്നെ അറിയാതല്ലേ. ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ട് ഉണങ്ങാത്ത ഒരു അൾസർ, അത് ഏറ്റവും ഇടതുവശത്ത്. ഗാമ ഒറൈസനോൾ ഉള്ളിൽ കഴിക്കുകയും എണ്ണയിൽ ചാലിച്ച് ഗാമ ഒറൈസനോളും നമ്മളുടെ മഞ്ഞളും കൂടെ ചാലിച്ച് ഇട്ട് 2-2.5 മാസം കൊണ്ട് ആ നടുക്കത്തെ കാലങ്ങനെയായി. വീണ്ടും മുന്നോട്ട് സമയം പോയി കഴിഞ്ഞപ്പോൾ ആ കാലിൻ്റെ പാടുപോലും വളരെ ചുരുങ്ങി എന്നുള്ളതാണ്. ഇതേ എക്സ്പീരിയൻസ് എനിക്ക് ഇഷ്ടം പോലെയുണ്ട്. വേറെ നോൺ ഹീലിംഗ് അൾസർ എന്ന് എഴുതി തള്ളിയ പല മുറിവുകളും ഗാമ ഒറൈസനോൾ ക്യാപ്സൂൾ ഉള്ളിൽ കഴിക്കാൻ കൊടുത്തിട്ടും കാലിൽ ആ മുറിവിൽ എണ്ണയിൽ ചാലിച്ച് ഗാമ ഒറൈസനോളും മഞ്ഞളും കൂടെ ചേർത്ത് ലേപനമായിട്ട് പുരട്ടി ഓയിൻമെന്റുകൾ മാറ്റി വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഡ്രസ്സിങ് ചെയ്ത് ഒരുപാട് നോൺ ഹീലിംഗ് അൾസറുകൾ നേരെയാക്കാൻ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് പത്രവാർത്തകളാണ് ഗാമ ഒറൈസനോളിന്റെ. ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് ഗാമ ഒറൈസനോൾ? ഇന്ത്യയിൽ എപി ഓർഗാനിക്സ് ഉണ്ടാക്കുന്ന എപി ഓർഗാനിക്സ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അച്ഛനും മോളും ശരിക്കും അവരുടെ ഒരു തപസ്യയാണ് ഗാമ ഒറൈസനോളിനെയും അതുപോലെ ഗാമ ഒറൈസനോൾ കണ്ടന്റ് ഉള്ള ഓയിലിനെയും ഇത്രയും സാർവത്രികമാക്കി കൊണ്ടുവരാൻ, ഒരു ഭാരത ജനതയെ മുഴുവൻ ഏറ്റവും ഹെൽത്തി സ്റ്റേജിൽ കൊണ്ടുപോകാൻ, അതിൽ ഈശ്വരാധീനമുള്ളവർക്ക്, നല്ല മനുഷ്യരായ, എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടെങ്കിൽ 100 തെറ്റ് ചെയ്തിട്ട് ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ ആ ഒരു നന്മയെ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒരു ഭാഗ്യം RCMൽ വരാനും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം അത് നമ്മളിലേക്ക് എത്തിക്കാൻ ഏറ്റവും അധികം പരിശ്രമിച്ച അച്ഛനും മോൾക്കും കോടി പ്രണാമം. അവരുടെ ഇതിന് പിന്നിലത്തെ പ്രവർത്തനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒത്തിരി സഹനങ്ങളുടെ കഥ അവർക്ക് പറയാനുണ്ട്. ഒരുപാട് ഫെയിലിയേഴ്സും ഉണ്ട്. ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ടുള്ള സക്സസ് ആണ്. ഇത് അൾട്ടിമേറ്റ് സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിന് മുകളിൽ ഇനിയും വരാൻ കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് റീസണബിൾ പ്രൈസിൽ എത്തിക്കുക എന്നുള്ള അഫോർഡബിലിറ്റി റേറ്റ്, ക്ലാസ് 1 പ്രൊഡക്റ്റ് ആയിരിക്കണം. അഫോർഡബിലിറ്റി നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും വാങ്ങിക്കാവുന്ന വിലയിലായിരിക്കണം കിട്ടുന്നത്. അത് RCMന്റെ നിയമം, അല്ലെ RCMന്റെ ഉദ്ദേശ്യം, ലക്ഷ്യം അതാണ്. അപ്പോൾ RCMയുമായിട്ട് കൈകോർത്തത് കൊണ്ട് മാത്രം, എപി ഓർഗാനിക്സ് RCMയുമായിട്ട് കൈകോർത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ലോ കോസ്റ്റിൽ കിട്ടുന്നത്. 5 കോടി എന്ന് പറയുന്ന 5 കോടി പോയിട്ട് 50 കോടി വരെ എത്തിക്കാനും വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. RCM ചെയ്ത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ 9000 പ്രൊഡക്റ്റിൻ്റെ ആവശ്യമില്ല, ഒറ്റ പ്രൊഡക്റ്റ് മതി. പക്ഷെ ആ ഒരൊറ്റ പ്രൊഡക്റ്റ് നെഞ്ചോട് ചേർത്ത് സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങി, സ്വന്തം കുടുംബത്തിൽ തുടങ്ങി, അയൽവക്കത്ത് കൊടുത്ത്, നാട്ടുകാർക്ക് കൊടുത്ത്, ഒരു നേഷൻ വൈസ് ഇതിനെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഡോസേജ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡെയിലി 2 ക്യാപ്സൂൾ പ്രിവെന്റീവ് ആയിട്ട്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രിക്കോഷൻ ആയിട്ട് എടുക്കുമ്പോൾ 2 ക്യാപ്സൂളിൻ്റെ ആവശ്യമുള്ളൂ. ഏതെങ്കിലും കണ്ടീഷൻ വളരെ മോശമായ ഒരവസ്ഥയിലുള്ള ആൾ, അല്ലെങ്കിൽ കുറേ നാൾ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ശരിക്കും ഇവരുടെ പ്രിസ്ക്രിപ്ഷനിൽ അല്ലെ ഇവരുടെ സജഷൻ ചാർട്ടിലൊക്കെ പറയുന്നത് കണ്ടിന്യൂസ് വേറെ മെഡിസിൻസ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഡോക്ടറോട് ചോദിക്കണമെന്നാണ്. ഡോക്ടറോട് ചോദിച്ചാൽ ഉത്തരം യെസ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട്
ഇതൊരു ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ഇത് അരിയുടെ തവിടിൽ നിന്ന് എടുക്കുന്നതാണ്. ചോറ് കഴിക്കുന്ന എല്ലാവർക്കും ഗാമ ഒറൈസനോൾ ആരോടും ചോദിക്കാതെ കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ വില. ഫാർമസ്യൂട്ടിക്കൽ, അതായത് മെഡിസിൻ ആയിട്ട് ഇത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വില ഇത്രയും ഒക്കെയാണ്. മിനിമം 2700 മുതൽ മാക്സിമം ഇവിടെ 4200 രൂപ വരെ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ വിലയ്ക്ക്, ഈ 4200ന്റെ സ്ഥാനത്ത് ഞാൻ മുമ്പ് പറഞ്ഞ 42,000 രൂപയാണ് ആ മെഡിസിന്റെ വില എന്ന് പറഞ്ഞാലും നമ്മൾ വാങ്ങിക്കും. അതൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിൽ. ഗാമ ഒറൈസിനോൾ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും ആവശ്യമാണ്. 10 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ 10 വയസ്സുള്ള കുട്ടി കഞ്ഞി കുടിക്കുന്നതല്ലേ, അത്യാവശ്യമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഏറ്റവും നല്ലൊരു സ്ലൈഡ്. താങ്ക് യു വെരി മച്ച്. ഇനി ഇത് കൂടാതെ കുറച്ച് ഫോട്ടോസ് മൂർത്തി സാറ് ഷെയർ ചെയ്ത് തരും. ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ സാറിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഗിരീഷ് സാറ് തുടക്കത്തിൽ പറഞ്ഞ ഒരു ക്യാൻസർ പേഷ്യന്റ്, എന്തോ ഒരു സക്കറിയ എന്ന് മറ്റേ അദ്ദേഹത്തിന്റെ പേര്, ശരിക്കും 2 മാസം മാത്രം ലൈഫ് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇദ്ദേഹമാണ് അദ്ദേഹം. കാണുന്നുണ്ടോ? ആ, കാണാം സാറേ. ആരും ചാറ്റ് ബോക്സിൽ എഴുതരുത്, എനിക്ക് ആ പേര് വായിക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ക്ഷമിച്ചിരിക്കൂ. അമിത് സക്കറിയ ഗുജറാത്തിൽ നിന്നുള്ള മനുഷ്യനാണ്. ടാറ്റ ഹോസ്പിറ്റലിൽ CS സ്റ്റൊമക്ക്, അതായത് വയറിന്റെ ക്യാൻസർ ആണ് അദ്ദേഹത്തിന്റെ അസുഖം. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യാത്തൊരു കേസായിരുന്നു. അങ്ങേയറ്റം 2 മാസം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് മരിക്കാൻ വിട്ടതാണ്. ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഗാമ ഒറൈസിനോൾ പരിചയപ്പെടുത്തി. അദ്ദേഹം നല്ലൊരു ഓഫീസർ ആയിരുന്നു കേട്ടോ. ഈ കറുപ്പ് കാണുന്നത് ക്യാൻസറിന്റെ കൂടുതൽ അങ്ങേയറ്റം ലാസ്റ്റ് എല്ലാ ഓർഗനിലൊക്കെ അങ്ങോട്ട് കണ്ടമാനമായിരിക്കുന്നതാണ്. അപ്പൊ 2 മാസത്തിന് ശേഷം അതേ ഹോസ്പിറ്റലിൽ 2 മാസം കഴിഞ്ഞ് മരിക്കാത്തത് കൊണ്ട് അതേ ഡോക്ടറിന്റെ അടുക്കൽ തിരിച്ചു പോയപ്പോൾ ചെയ്ത സ്കാനിന്റെ മോളിലത്തെ 3 എണ്ണം, ആദ്യത്തെ ഈ ഒരു സീരീസ് പടങ്ങളിൽ ഇപ്പുറത്തെ മോളിലത്തെ ഈ 3 എണ്ണം നോക്കുക, അതിനകത്ത് ക്യാൻസറിന്റെ എഫക്റ്റ് വളരെ കുറവാണ്. കണ്ടോ, വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 3 മാസത്തിൽ പോയപ്പോഴത്തേന് നോക്ക കംപ്ലീറ്റ് നോർമലായി. കോളോറെക്ടൽ ക്യാൻസറിന് ഇത് നല്ലതാണെന്ന് ഞാൻ അവിടെ എടുത്തു പറഞ്ഞിരുന്നല്ലോ. വയറ് സംബന്ധമായ, കുടല് സംബന്ധമായ ക്യാൻസർ, ഇദ്ദേഹത്തിന് ആമാശയത്തിലായിരുന്നു ക്യാൻസർ. അപ്പൊ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ഒരു സ്ലൈഡിനകത്ത് ഞാൻ അദ്ദേഹത്തിന്റെ AP ഓർഗാനിക്സിൽ പോയിട്ട് ശർമ്മജിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിരുന്നു കുറച്ച് ദിവസം. കാരണം അദ്ദേഹം ജീവിച്ചിരിക്കാൻ കാരണക്കാരനായത് ശർമ്മജി ആണെന്നാണ്. ശരിക്കും അതെ, എത്രയോ പേരുടെ ജീവനാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തിരിച്ചു കിട്ടുന്നത്. സാറേ, നെക്സ്റ്റ് ഫോട്ടോ. ഇത് സോറിയാസിസ് ട്രീറ്റ് ചെയ്ത ഒരു ലേഡിയുടേതാണ്. ജാർഖണ്ഡിലുള്ള ഒരു ലേഡിയാണിത്. 6 വർഷമായിട്ട് സ്കിന്നിൽ ഈ ചൊറിച്ചില്, വട്ടച്ചൊറി വരുന്നല്ലോ, പരട്ടച്ചൊറിയുന്നു, എന്ത് വേണേലും പറയാം, ഒരു വൃത്തികെട്ട ഒരു ഡ്രൈനസ് ആണ് അവിടെ. അത് പടം പൊഴിക്കല്, പൊഴിഞ്ഞു പൊഴിഞ്ഞ് പൗഡർ പോലെ വീഴും. സോറിയാസിന്റെ വെറൈറ്റി ആണ്, സ്കിൻ ഇൻഫെക്ഷൻ ആണ്. എന്നാൽ കാര്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടില്ല. പക്ഷെ ഒരു മെഡിസിനും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. കണ്ടിന്യൂസ് ഗാമ ഒറൈസിനോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കൈയാണ് ഈ കാണിച്ചത്. ഇതുപോലെ തന്നെ ഒരു പടം കഴിഞ്ഞ ദിവസം സാറ് കാണിച്ചിരുന്നു. ഇത് സാറിന്റെ എക്സ്പീരിയൻസ് ആണിത്, നമ്മുടെ ദിനേശ് സാറിന്റെ എക്സ്പീരിയൻസ് ആണിത്. കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വൈഫും മകനും കൂടെ തോളിൽ കൈയിട്ട് സപ്പോർട്ട് കൊടുത്തിട്ട് സാറിന്റെ ക്ലിനിക്കിൽ കൊണ്ടുവന്നതാണ്. സാറിന്റെ അവിടെ പോയാൽ, ദിനേശ് സാറിന്റെ ക്ലിനിക്കിൽ പോയാൽ എന്ത് അസുഖവും മാറും എന്നുള്ളൊരു വിശ്വാസം അവിടെയുള്ള ആൾക്കാരിലുണ്ട്, സ്പ്രെഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണൊട്ടും കാണാൻ മേലാതിരുന്ന ആ വ്യക്തിയെ അവിടെ എത്തിച്ചത്. ഇത് അന്ധതയെ സർട്ടിഫൈ ചെയ്യുന്ന കണ്ണിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണ്. വലത്ത് ഭാഗത്ത് നോക്കുക, സാറ് കൊടുത്തത് ഗാമ ഒറൈസിനോളും നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ന്യൂട്രാസ്യൂട്ടിക്കൽ തന്നെ കൊടുത്തു. റിസൾട്ട് നോക്കുക, അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് നടന്ന് ജോലി ചെയ്യുന്നു. RCM ആയതുകൊണ്ട് മാത്രം അറിയാൻ പറ്റിയതാണ്. ഇവര് കിടപ്പിൽ കിടന്ന ഒരു വ്യക്തിയാണ്. ബിസ്തർ സെ ഉഠ് നഹീ പാത്തി തീ വോ ആജ് ബിൽക്കുൽ സ്വസ്ഥ ഹൈ.
കട്ടിലേന്ന് എഴുന്നേക്കാതെ കിടന്ന കിടപ്പാലെ കിടന്ന സ്ത്രീയാണ് ഗാമ ഒറേസിനോൾ കൺസ്യൂം ചെയ്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ബെനിഫിറ്റാണിത്. നമുക്ക് ബിസിനസ്സിൽ കൺസിസ്റ്റൻസി ബെനിഫിറ്റ് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് പറയില്ലേ? എന്ത് കാര്യവും റിസൾട്ട് കിട്ടണമെങ്കിൽ അത് കുറച്ച് കാലം തുടർച്ചയായിട്ട് മടുക്കാതെ ചെയ്യണം. അതിൻ്റെ റിസൾട്ടാണ് ഗാമ ഒറേസിനോളും പിടിച്ചും കൊണ്ട് അമ്മച്ചി എഴുന്നേറ്റിരിക്കുന്നത്. 75 വയസ്സ്. അടുത്തത് കാണിച്ചോ സാറ്? ഇതും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം സാറ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. ഇടതുവശത്ത് കാണുന്നത് 1.5 വർഷത്തോളം ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ സെക്ഷൻ ട്രീറ്റ് ചെയ്ത ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്ന ക്യാൻസറിന് മുമ്പുള്ള സ്റ്റേജ്, പക്ഷെ ചികിത്സിച്ചത് ക്യാൻസർ ആയിട്ടാണ്. അതിന്റെ സൈഡ് എഫക്റ്റ് കിട്ടിയതല്ലാതെ ആ ല്യൂക്കോപ്ലേക്കിയ പോയില്ല. 1.5 വർഷം ചികിത്സിച്ചു. ഇതിന്റെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത്. 1.5 വർഷം മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് 6 മാസം പോലും എടുത്തില്ല. ഗാമ ഒറേസിനോൾ കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വലത്തുവശത്തെ പടം നോക്കുക. ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത് ശരിക്കും വായില് ഈ ഗുഡ്ക കയ്യിലിട്ട് ഒരച്ച് നാവിൻ്റെ അടിയിലും വായിലും ഒക്കെ വെക്കുന്ന സാധനം, അതാണ് ഇതിൻ്റെ കാരണം. അപ്പൊ ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റി. ഇത് ചെറുപ്പക്കാരനാണ്. 1.5 വർഷമായിട്ട് പാരലൈസിസ് ആയിട്ട് വീണുപോയ വ്യക്തിയാണ്. ഇപ്പോൾ പാരലൈസിസ് ഒന്നുമില്ല. അദ്ദേഹത്തിന് 4 അപ്പർ ലോവർ ലിംസ്, 2 കാലും 2 കൈയും മൂവ് ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹം ചികിത്സിച്ച ഹോസ്പിറ്റലിന് തന്നെ അത്ഭുതമാണ് ആ മനുഷ്യൻ. അപ്പൊ അദ്ദേഹം ഇത് RCMലൂടെ ഇത് വാങ്ങിച്ച് സെയിൽ ചെയ്ത് അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. അരവിന്ദ് ഗോസ്വാമി, ബീഹാറുകാരനാണ്, പൂണിയ, ബീഹാർ. അവിടെ എത്തിച്ചു കൊടുക്കാൻ ഒരാളുണ്ടായി എന്നുള്ളതാണ്, അവർ കഴിക്കാൻ തയ്യാറായി എന്നുള്ളത് മറ്റു കാര്യം. വേറെ ഉണ്ടോ സാറേ? ഇനി ഇല്ല അല്ലേ? കഴിഞ്ഞു.